ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ അധികം നാളായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടൊളുമിന സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടൊളുമിന സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെയിൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ കുറച്ചധികം നമ്മളെ ടൊളുമിനകളിൽ ബഡ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഏത് ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങുമ്പോഴും അതിൽ ഫ്ലവറോട് കൂടി വാങ്ങാനാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. എത്ര ഐഡിയ ഉണ്ട്, നമുക്ക് ഐഡിയുടെ ആ ഒരു നോട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ആ ഒരു ഫ്ലവർ കണ്ട് തന്നെ വാങ്ങാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു പോകുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് പൂവിൽ നിൽക്കുന്നതല്ല, കുറച്ച് നാൾ മുൻപ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്ലാന്റുകളിൽ ബഡ് സ്റ്റേജിലായിട്ടുള്ളൂ, ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത്. ഈ സെയിം വെറൈറ്റീസും കൂടാതെ എക്സ്ട്രാ കുറച്ച് വെറൈറ്റീസും കൂടെ നമുക്ക് ടൊളുമിനയിൽ സ്റ്റോക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഓർക്കിഡുകളിലെ കുഞ്ഞൻ സുന്ദരികളാണ് ടൊളുമിന. അപ്പോൾ ടൊളുമിന ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ കൂട്ടമായി ഇരിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാവാറില്ല. പിന്നെ നമ്മളത് സെറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ടൊളുമിന ഓർക്കിഡും അതിലുണ്ടാകുന്ന കുഞ്ഞു പൂക്കളൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നല്ല ക്യൂട്ടായ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കാണാനും അതേപോലെ തന്നെ ഈ വുഡൻ പീസുകളിലൊക്കെ മൗണ്ട് ചെയ്തിട്ട് അതിൽ ഫ്ലവർ വന്ന് നിൽക്കുന്നതൊക്കെ കാണാനൊക്കെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ടൊളുമിനയുടെ മാത്രം ഓർക്കിഡുകളിന് ഒരു പ്രത്യേക കളക്ഷൻ സൂക്ഷിക്കുന്നവരൊക്കെ നമുക്കിടയിലുണ്ട്. അതുപോലെ ഈ കോമ്പാക്റ്റം ടൈപ്പ് അല്ലെങ്കിൽ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റുകളോടൊക്കെ ഒരു പ്രത്യേക ആകർഷണമുള്ള ആരാധകർ കൂടുതലുള്ള വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ടൊളുമിന എന്ന് പറയുന്നത്. അപ്പോൾ 195 രൂപയാണ് നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത്. അപ്പോൾ ചില വെറൈറ്റീസിൽ വിത്ത് ബഡായിട്ടുണ്ടാവും, ചില വെറൈറ്റി വിത്ത് ബഡല്ല. അപ്പോൾ ഈ കാണുന്ന എല്ലാ പ്ലാന്റുകളും ബ്ലൂമിങ് സൈസുള്ള പ്ലാന്റുകളാണ്. നമ്മളൊരു 4-5 ദിവസം ഇടവിട്ട് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബഡ് വരുന്ന സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ. പിന്നെ മഴക്കാലമാണ്, നമ്മുടെ ടൊളുമിനകൾക്കൊക്കെ ടൊളുമിന എന്നല്ല നമ്മളെല്ലാ ഓർക്കിഡിനും നനച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് പോട്ടി മിക്സൊക്കെ വെള്ളം ഇല്ല അല്ലെങ്കിൽ അത് ഡ്രൈ ആവുന്ന ഒരു സമയത്ത് മാത്രം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ടൊളുമിന കുറച്ചുകൂടെ സെൻസിറ്റീവാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഏതെങ്കിലും ഫംഗിസൈഡ്, സാഫോ, ഇൻഡോഫിലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്, ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടുപോകുമ്പോൾ കാണാൻ സാധിക്കും ചില വെറൈറ്റികൾ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളായിട്ടും ചില വെറൈറ്റീസ് ബുഷിയല്ല, അതിലൊരു സിംഗിൾ സ്പൈക്കോ ഒക്കെയാണ് ഒരു പ്ലാന്റിൽ ഉണ്ടായിരിക്കുക, ഒരു ഷൂട്ടുള്ള പ്ലാന്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഓരോ വെറൈറ്റീസിൻ്റെ പ്രത്യേകതയാണ്. ചില വെറൈറ്റി നല്ല ബുഷിയായിട്ടും ചില വെറൈറ്റി അത്ര ബുഷി അല്ലാണ്ടാണ് വരിക. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പ്ലാന്റ് വാങ്ങുന്നവർക്ക് നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. പ്ലാന്റ്സ് വാങ്ങുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും പരിഭവമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഏത് പ്ലാന്റാണോ നമ്മൾ കസ്റ്റമർക്ക് അയക്കുന്നത് ആ പ്ലാന്റിൻ്റെ ഫോട്ടോ നമ്മൾ പാക്കിങ്ങിന് മുൻപായിട്ട് കസ്റ്റമർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഈ ടഫർ ഫിഷ് എന്ന ഒരു വെറൈറ്റി മുതലാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നത്. ടൊളുമിനാസിന് ഏറ്റവും സ്യൂട്ടബിളായ പോട്ടിംഗ് മിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാബോൾ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ചെറിയ പീസ് കരി യൂസ് ചെയ്യാം. ചകിരിയുടെ അംശം നമ്മൾ കമ്പാരിറ്റീവ്ലി വളരെ കുറയ്ക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് ചെറിയ അളവിൽ ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. ടൊളുമിനയുടെ റൂട്ട്സൊക്കെ വളരെ സെൻസിറ്റീവായ റൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് ഒരുപാട് തിങ്ങി നിറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ നമ്മൾ ഒഴിവാക്കുക. എപ്പോഴും ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്ന പോട്ടി മിക്സ് ഉപയോഗിക്കുക. നല്ല ഡ്രൈ ആയ സീസണിൽ നമുക്ക് 2 നേരം നനച്ചു കൊടുക്കുക. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ആ ഒരു ഈർപ്പമൊക്കെ നോക്കിയതിന് ശേഷം നനച്ചു കൊടുക്കുക. ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ വിരിഞ്ഞ് ഫ്ലവേഴ്സ് കണ്ടതാണ്. ഈ ഒരു റഫറൻസ് പിക്കിനോട് 100% നീതി പുലർത്തുന്ന ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൊളുമിന പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ പ്ലാൻസ് വേണ്ടവരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടുകൂടി ബൈ.